നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് CPM-ഉം BJP-യും. CPM അംഗം 15-ാം വാർഡ് മെമ്പർ P. ഷാഹുൽ ഹമീദ്, BJP അംഗം 16-ാം വാർഡ് മെമ്പർ P. പ്രസന്നകുമാരി എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ DYFIയുടെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനവും ആചരിച്ചിരുന്നു. പ്ലക്കാർഡുമായാണ് CPM അംഗം ഷാഹുൽ ഹമീദ് തെരഞ്ഞെടുപ്പ് യോഗത്തിനെത്തിയത്. പഞ്ചായത്ത് ഭരണസ്തംഭനത്തിനെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും കാൽനടയായാണ് ഷാഹുൽ ഹമീദ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. നന്നമ്പ്ര മേലേപ്പുറത്ത് നിന്ന് വെള്ളിയാമ്പുറം പാണ്ടിമുറ്റം തെയ്യാല വഴിയാണ് കുണ്ടൂരിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഷാഹുൽ ഹമീദ് നടന്നെത്തി പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് ഭരണസ്തംഭനത്തിനെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പ്രതിഷേധിക്കുക, പഞ്ചായത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാനാണ് പ്രസിഡന്റ്, അല്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുമായാണ് CPM പഞ്ചായത്ത് അംഗം എത്തിയത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കവേ പ്രതിഷേധത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കൂടുതൽ കാര്യത്തിലേക്കല്ല അല്ല, ഞാൻ നമുക്ക് നമ്മളെ ഇതും കൂടി പറഞ്ഞല്ലേ. അപ്പോൾ 18 മെമ്പർമാരിലും എന്താണ് ഇതിന്റെ മുന്നേ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടത് എന്നുള്ളത് പോലും ഇവിടുത്തെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ഇവിടുത്തെ ഈ ബോർഡിനോടോ അതുപോലെ തന്നെ നാട്ടുകാരോടോ വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബോർഡിൽ വരെ ആ മുന്നത്തെ പ്രസിഡന്റ് ഈ ബോർഡിൽ വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പരിപാടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. പതിനഞ്ചാം വാർഡ് മെമ്പർ ഷാഹുൽ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കരിദിനം ആചരിക്കുകയും ചെയ്തു. 21 പഞ്ചായത്ത് അംഗങ്ങളിൽ 18 പേരും UDF അംഗങ്ങളായതിനാൽ തന്നെ ഏകപക്ഷീയമായി വിജയിച്ചു കയറാനാകും എന്നതിനാലാണ് 3.5 വർഷം പഞ്ചായത്ത് ഭരിച്ച പ്രസിഡന്റിനെ എന്തിനാണ് രാജിവെച്ചത് എന്നത് ജനങ്ങളോടോ ഭരണസമിതിയോടോ ബോർഡ് യോഗത്തിലോ പോലും പറയാതെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. നമ്മളെ പഞ്ചായത്തിനകത്ത് നിങ്ങൾക്കറിയാം 18 UDF മെമ്പർമാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. 21 മെമ്പർമാരിൽ 18 മെമ്പർമാരും UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, മെമ്പർമാരാണ്. അപ്പോൾ ഏകപക്ഷമായിട്ട് ജയിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും UDF-നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങളോട് പ്രസിഡന്റ് എന്തിനാണ് 3.5 വർഷക്കാലം ഭരിച്ച പ്രസിഡന്റ് എന്തിനാണ് രാജിവെച്ചതെന്ന് പോലും ജനങ്ങളോട് പറയാനോ, അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ബോർഡ് മീറ്റിങ്ങിൽ പ്രസിഡന്റ് രാജിവെച്ച് എന്നുള്ള ഔദ്യോഗികമായിട്ട് വിശദീകരിക്കുന്ന ആ ബോർഡിൽ പോലും മുൻ പ്രസിഡന്റ് ആ യോഗത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എന്തിനാണ് രാജിവെച്ചെന്നുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ഈ ബോർഡിനോ ഈ ജനങ്ങൾക്കോ കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരമില്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് പ്രസിഡന്റ് രാജിവെച്ച് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഇവർക്കുണ്ട്, നിലവിലുള്ള സംവിധാനത്തിനുണ്ട്. ആ രാജിവെച്ചത് ഇവർ പറയാതെ ഒരു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രക്രിയയിൽ ചേരാൻ എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് രാജിവെച്ചു അത് ജനങ്ങളെ ബോധിപ്പിക്കണം. കാരണം വെച്ചാൽ പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പറോ ആയിക്കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ ആളല്ല. ഈ പാർട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ബാധിക്കുന്ന വിഷയമല്ല. അത് ആ പാർട്ടിയിലെ ആളുകൾ എന്ത് ചെയ്യണം, അതിനെ
പരിഹരിച്ചു കൊണ്ടണം. അല്ലാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റുന്ന രൂപത്തിലേക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാക്കിയതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ഏതൊക്കെ ജനപ്രതിനിധികളുണ്ടോ അവരൊക്കെ ഈ നാടിൻ്റെ ജനപ്രതിനിധികളാണ്, അല്ലാതെ ഒരു സംഘടനയുടെ ജനപ്രതിനിധികളല്ല. എൻ്റെ ആരോപണം ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ പ്രസിഡന്റായിട്ട് രാജിവെച്ച ആൾ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടോ? ഒരു 21 മെമ്പർമാരിൽ ഒരു മെമ്പർ വന്നിട്ടില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് വന്നിട്ടില്ല? മുസ്ലിം ലീഗിനെ ധിക്കരിച്ചുകൊണ്ട്, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിനെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ഇന്നത്തെ വോട്ടിങ്ങിൽ വന്നിട്ടില്ല പഴയ പ്രസിഡന്റ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഇവിടുത്തെ ഈ ഭരണസ്തംഭനത്തിലേക്ക് നയിച്ചു വിട്ടത് ഇവരുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഇതുവരെ തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്ന വേറെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ 18 ആളുകൾ UDF ഇവർക്ക് 8-9 സ്ത്രീകളുണ്ട് ഉണ്ടല്ലോ. ആ സ്ത്രീകളെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇത്രയും ലാഗാക്കി കണ്ട് കൊണ്ടുപോകേണ്ട എന്ത് അവസ്ഥയാണ് നന്നപ്പുറ പഞ്ചായത്തിനകത്ത് മുസ്ലിം ലീഗിനും UDF ഉണ്ടായിട്ടുള്ളത്? അതേസമയം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റാരും മത്സരിക്കാനില്ലാത്തതിനാൽ ഐക്യകണ്ഠേനയാണ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ തസ്ലീന പാലക്കാടിനെ തെരഞ്ഞെടുത്തത്. അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണെന്നാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.